ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രെഡ് ടു ബി ടേബിൾ സെറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്കും പോപ്സിക്കിൾസും അതേപോലെ തന്നെ ഡോണറ്റ്സും കപ്പ് കേക്ക്സും എല്ലാം ഉണ്ട്. എല്ലാം കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്ക് റെഡിയാക്കാം. ബ്ലാക്ക് ഫോറസ്റ്റ് ഫ്ലേവറിലുള്ള ഒരു കേക്ക് ആയിരുന്നു. 6 ഇഞ്ചിൻ്റെ ടിന്നിൽ നമുക്ക് കുറച്ച് ഹൈറ്റിൽ ചെയ്തൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. കുറച്ചും കൂടി ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം തിന്നായിട്ടുള്ള ലെയേഴ്സാണ് ആക്കിയിട്ടുള്ള കേക്ക് കേട്ടോ. ഇങ്ങനെ തിൻ ലെയേഴ്സ് ആകുമ്പോൾ നമ്മൾ കേക്ക് സ്പഞ്ച് ചെറുതാണെങ്കിലും അത്യാവശ്യം ഹൈറ്റിൽ നമുക്ക് കേക്ക് കിട്ടും. അപ്പോൾ ഇത്തിരി kg കൂടും എങ്കിലും നമ്മൾ പിന്നെ എപ്പോഴും ഹോം ബേക്കേഴ്സ് അങ്ങനെയാണല്ലോ അല്ലേ, നമ്മൾ കറക്റ്റ് kg നോക്കിയിട്ടൊന്നും കേക്ക് സെയിൽ ചെയ്യാറില്ല. എപ്പോഴും നമ്മളുടെ kg കൂടുതൽ എപ്പോഴും ഹയസ്റ്റിലേ നിൽക്കും, ഒരിക്കലും കുറയാറില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആവും ചിലപ്പോൾ ഹോം ബേക്കേഴ്സിന് ഇപ്പോൾ കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. പിന്നെ നമുക്ക് ഡോണറ്റ്സ് ആയിരുന്നു. ഡോണറ്റിൻ്റെ വർക്കൊന്നും ഞാൻ കാണിക്കുന്നില്ല, അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഡോണറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ റെഡിയാക്കാൻ പോകുന്ന പോപ്സിക്കിൾസ് ആണ്. അതിന് നമുക്ക് സ്പഞ്ച് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡ് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ഫൈനായിട്ട് കുഴച്ചെടുത്താലേ നമുക്ക് കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് മിൽക്ക് മെയ്ഡിന് പകരം വൈറ്റ് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. എങ്കിൽ മാത്രമേ, വെള്ളം ഒരിക്കലും യൂസ് ആക്കരുത്. വെള്ളം യൂസ് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിങ്ങനെ കട്ടിയിൽ കിട്ടൂല. പിന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ കേക്ക് ഷോപ്പിൽ നിന്ന് ഇതേപോലത്തെ സ്റ്റിക്കുകൾ മേടിക്കാൻ കിട്ടും. വുഡൻ്റെ സ്റ്റിക്കും അതേപോലെ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്കെല്ലാം കിട്ടും. ഇത് വെച്ചിട്ട് നമ്മൾ ചുമ്മാ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കരുത്. ചോക്ലേറ്റിൽ എന്തെങ്കിലും ഡിപ്പ് ചെയ്തിട്ട് വെക്കുകയെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവിടെ അനങ്ങാതെ അത് നിൽക്കും. മറ്റേത് നമ്മൾ കുറച്ചൊക്കെ എന്തെങ്കിലും ചെയ്ത് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ഊരി പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയിൽ ഇതുപോലെ ചോക്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഫ്രിഡ്ജിൽ നന്നായിട്ട് സെറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് അതിൻ്റെ ബാക്കി പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു സമയം ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ക്രം കോട്ട് ചെയ്ത കേക്ക് പുറത്തെടുത്തിട്ട് അതിൻ്റെ ഫിനിഷ് കോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേക്ക് എപ്പോഴും ക്രം കോട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ പെട്ടെന്ന് നമുക്കതിൻ്റെ പരിപാടി തീർക്കാൻ പറ്റും അല്ലേ. മറ്റേത് നമ്മൾ അർജൻറ്റ് ഓർഡേഴ്സൊക്കെ വരുമ്പോൾ ഒരുമിച്ച് തന്നെ ചെയ്യും. ബട്ട് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ബാക്കി പരിപാടി ചെയ്യുക കേട്ടോ. എങ്കിൽ എനിക്കും തന്നെ ഒരു കോൺഫിഡൻസ് ആണ്, കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളിതിൽ സിമ്പിളായിട്ടുള്ള സ്പാച്ചുല ഡിസൈനാണ് കൊടുക്കുന്നുണ്ടോ. ജസ്റ്റ് നമ്മൾ സ്പാച്ചുലയിൽ കുറച്ച് ബ്ലാക്ക് കളർ മിക്സ് ആക്കിയിട്ട് ഇതുപോലെ കൊടുക്കുകയാണ്. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് റെഫറൻസ് പിക്കോ കാര്യങ്ങളോ ഒന്നും സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടിയിട്ട്, അവളുടെ അനിയത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ബ്രെഡ് ടു ബി സെറ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെ ചങ്ക ആയതുകൊണ്ട് എല്ലാം എൻ്റെ ഇഷ്ടത്തിന് വിട്ടുതന്നതുകൊണ്ട് ഞാൻ മാക്സിമം അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം അവൾക്കൊരു ചോയ്സും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കപ്പ് കേക്കും കൂടി സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ ഇതുപോലെ പോപ്സിക്കിൾ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ താഴെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടും, കട്ടിയൊന്നും ഇല്ലാതെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡോണറ്റ് ആണ് കേട്ടോ. ചോക്ലേറ്റ് ഇതുപോലെ ഇതിലൊരിത്തിരി പോലും ക്രീമോ അല്ലെങ്കിൽ ഓയിലോ ഒന്നും ചേർത്തിട്ടില്ല. കറക്റ്റ് നമ്മുടെ ചോക്ലേറ്റ് ഇതുപോലെ മെൽറ്റ് ചെയ്ത് നല്ല കൺസിസ്റ്റൻസിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മൾ ചോക്ലേറ്റ് കിട്ടും. പിന്നെ നമ്മൾ ഡോണറ്റ് എല്ലാം അതിൽ ഡിപ്പ് ചെയ്തിട്ട് 1 by 1 ആയിട്ട് നമ്മളിത് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാറ്റി വെച്ച് നല്ല സെറ്റായിട്ടാണ് പിന്നെ അതിൻ്റെ മേലെ വല്ല സ്പ്രിങ്കിൾസ് എന്തെങ്കിലും ഇടാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആയതുകൊണ്ട് ഡാർക്ക് ചോക്ലേറ്റ് സൈഡിൽ ചെറിയൊരു ഡിസൈൻ പോലെ കൊടുത്തിട്ട് കുറച്ച് സ്പ്രിങ്കിൾസും അതേപോലെ തന്നെ ഷുഗർ ബോൾസും എല്ലാം ഇട്ടിട്ട് ഒരു കുഞ്ഞ് ഡെക്കറേഷനും കൂടി ഇതിന് കൊടുത്തു കേട്ടോ. കാരണം കേക്കും നമ്മുടെ ഡോണറ്റും എല്ലാം ഒരു മാച്ചിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതിനും അങ്ങനെ കൊടുത്തത്. കേക്കും നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ലേ ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ പോപ്സിക്കിൾസും അതുപോലെ തന്നെയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ പോപ്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഡിപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്നുണ്ട്. കാരണം നമ്മൾ ഒരുപാട് ചോക്ലേറ്റ് ഒന്നും ഇതുപോലെ മെൽറ്റാക്കി എടുക്കില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് താഴ്ചയുള്ള പാത്രത്തിലേക്കോ ഗ്ലാസ്സിലേക്കോ മാറ്റിയിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒരു കുറച്ച് സെക്കൻഡ്സ് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന നല്ല തണുത്ത പോപ്സ് ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് അതിന്മേൽ സെറ്റ് ആയിക്കോളും ചോക്ലേറ്റ്. കാരണം നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുത്തതായതുകൊണ്ട് അതിലൊന്നും മിക്സ് ആക്കാത്തതുകൊണ്ട് സംഭവം പെട്ടെന്ന് സെറ്റ് ചെയ്യും. അതിലും നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ട് ഇതുപോലെ സിമ്പിളായിട്ടൊരു ഡിസൈൻ കൊടുത്തു. കുറച്ച് ഷുഗർ ബോൾസും അതേപോലെ തന്നെ സ്പ്രിങ്കിൾസും എല്ലാം ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ പോപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ് വല്ലാതെ സെറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഇതുപോലത്തെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് വെക്കാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പോപ്സുമൊക്കെ നല്ല സെറ്റായി നിൽക്കും കേട്ടോ. പിന്നെ നമ്മൾ അതിന് ശേഷം നമ്മുടെ
കേക്ക് റെഡിയാക്കി വെച്ചിരുന്നില്ലേ, ഇതെല്ലാം പിറ്റേ ദിവസമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അതിൽ കുറച്ച് ഷുഗർ ബോൾസ് എല്ലാം ഇട്ടിട്ട് ഒരു കുഞ്ഞു ഡെക്കറേഷനും കൂടി കൊടുത്തു. നമ്മൾ ചെയ്ത സ്പാച്ചുല ഡിസൈനിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് ഷുഗർ ബോൾസും കൂടി ഇട്ടിട്ട് നേരിയ ചെറിയ ഷുഗർ ബോൾസ് ആണ് ഇട്ടിട്ടുള്ളത്. ആ ഒരു ഷുഗർ ബോൾ എപ്പോഴും ഒരു ഭംഗിയാണ് കേക്കിന്, നമ്മൾ ഏത് ഡെക്കറേഷൻ ചെയ്താലും. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് റിംഗ് ലൈറ്റിൻ്റെ ലൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് കുറച്ച് ഡാർക്കായി പോയത്. അപ്പോൾ ഇതാ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ സെറ്റ് ഇവിടെ എല്ലാം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കേക്കും കപ്പ് കേക്കും അതേപോലെ തന്നെ 4 ഡോണറ്റും ഒരു 5 പോപ്സും ആയിരുന്നു നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നത്. നമ്മൾ എൻ്റെ സെറ്റ് ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ തന്നെ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് കസ്റ്റമേഴ്സ് റെഫറൻസ് പിക്ക് തരാമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷനൊന്നുമില്ല. പക്ഷേ നമ്മൾ സ്വന്തം ഓൺ ഐഡിയ വെച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. അവർ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ, അവൾക്കും അവളുടെ ഫാമിലിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നല്ല ഒപ്പീനിയൻസ് ആയിരുന്നു, നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ ബ്രൈഡ് ടു ബി സെറ്റിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു കേക്ക് മേക്ക് ചെയ്ത് ഇതുപോലെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ കിട്ടി അവരുടെ ഹാപ്പിനെസ്സിൻ്റെ കുറച്ച് ഫോട്ടോസ് വഴി നമുക്കത് കാണുമ്പോഴാണ് നമ്മൾ ഭയങ്കര ഹാപ്പി ആവുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.